ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരമാണ്. അദ്ദേഹം കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ രാമനാട്ടുകരയിൽ പ്രതിഷേധ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ ഇപ്പോൾ ദേശീയപാതയുടെ സമാന്തര ഉദ്ഘാടനം ഉദുമ MLA KH കുഞ്ഞമ്പു നിർവഹിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിഷേധ റോഡ് ഷോ രാമനാട്ടുകരയിൽ നിന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി അരുൺ പാറയ്ക്കൽ രാമനാട്ടുകരയിൽ നിന്നുണ്ട്. തത്സമയം അരുൺ, വലിയ പ്രതിഷേധത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇപ്പോൾ ദേശീയപാതയുടെ സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു CH കുഞ്ഞമ്പു ഉദുമ MLA. ഒപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ അല്പസമയത്തിനകം നടക്കുകയും ചെയ്യും. വിശദാംശങ്ങൾ അനുജ, വലിയ പ്രതിഷേധത്തിലേക്ക് CPM കടന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് നുള്ളിപ്പാടിയിലാണ്. ഇത് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 39 കിലോമീറ്റർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മാണം പൂർത്തിയാക്കിയ 39 കിലോമീറ്റർ ഒന്നാം റീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നുള്ളിപ്പാടിയിൽ വെച്ച് ഈ ഒന്നാം റീച്ചിന്റെ ഉദ്ഘാടനം CH കുഞ്ഞമ്പു MLA ഉദുമ MLA CH കുഞ്ഞമ്പു നടത്തിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാതെ പ്രധാനമന്ത്രി രാഷ്ട്രീയം കളിച്ചു എന്നാണ് CH കുഞ്ഞമ്പു ഉൾപ്പെടെയുള്ള CPM നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. ഭൂമി ഏറ്റെടുത്ത് നൽകിയത് സംസ്ഥാന സർക്കാരാണ്. കഠിനമായ പ്രവൃത്തിയായിരുന്നു ഈ സംസ്ഥാന സർക്കാർ നടത്തിയത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപ നൽകി. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ ദേശീയപാതയൊന്നും നടപ്പിലാവില്ല എന്ന് കരുതി ഓഫീസ് അടക്കം പൂട്ടിപ്പോയതാണ്. അതിനുശേഷമാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയും ദേശീയപാത നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത്. അതിനെ കേന്ദ്ര സർക്കാരെ സഹായിച്ചത് സംസ്ഥാന സർക്കാരാണ് എന്ന തരത്തിലായിരുന്നു ഇപ്പോൾ ഉദുമ MLA CH കുഞ്ഞമ്പു ഉൾപ്പെടെ പറഞ്ഞത്. വലിയ രീതിയിലുള്ള ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതാണ്. പക്ഷേ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഒരു മുന്നൊരുക്കവുമില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ സംസ്ഥാന സർക്കാരിനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അവർ നടപ്പിലാക്കാൻ പോകുന്നു. അതെന്തായാലും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ കടക്കുന്നു. കോഴിക്കോടും സമാനമായ രീതിയിൽ ഇന്നിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ റോഡ് ഷോയും ഉദ്ഘാടനവും ഒക്കെ നടത്തുന്നുണ്ട്. CPM ഇവിടെ ഈ കാസർഗോഡ് ജില്ലയിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാത ഒന്നാം റീച്ചിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു. അനുജ, അതാണ് സർക്കാരിന്റെ വലിയ പ്രതിഷേധം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രതിഷേധ റോഡ് ഷോയിലേക്ക് CPIM കടക്കുന്നത്. ഒപ്പം തന്നെ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ NH ദേശീയപാത ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു ഉദുമ MLA CH കുഞ്ഞമ്പു. അവർ പ്രതിഷേധ പ്രകടനം അവിടെ നടത്തുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അല്പസമയം മുൻപാണ് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. ഇനി ഒട്ടേറെ പരിപാടികളുണ്ട് അദ്ദേഹത്തിന്. റാലി അഭിസംബോധന ചെയ്യും. കൂടാതെ റോഡ് ഷോ ഉണ്ട് കലൂരിൽ. അതിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കാൻ പോവുകയാണ്. അവിടെയാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉദ്ഘാടന പരിപാടിയിലേക്കാണ് ഈ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അതിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ സർക്കാർ അറിയിക്കുകയാണ്. അതിന്റെ ഭാഗമായി കാസർഗോഡ് നടക്കുന്ന പരിപാടി, അതിന്റെ സമാന്തര ഉദ്ഘാടന പരിപാടി, രാമനാട്ടുകരയിൽ പ്രതിഷേധ റോഡ് ഷോ, ഇതെല്ലാം നടക്കാൻ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.